റിയ ലവ്സ് റീഡിങ് ബുക്സ്. എന്താണ് റിയ ലവ്സ് റീഡിങ് ബുക്സ്. റിയ ഇഷ്ടപ്പെടുന്നു, ലവ്സ് ഇഷ്ടപ്പെടുന്നു, റീഡിങ് വായിക്കാൻ, ബുക്സ് പുസ്തകങ്ങൾ. അപ്പം എന്തായി? റിയ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. റിയ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ പാരഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ 12 ടെൻസുകളുണ്ടല്ലോ, അത് ഓർഡറിൽ നമ്മൾ ഈ ഒരൊറ്റ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ്. ഇവിടെ കണ്ടോളൂ. നൗ, ഇപ്പോൾ. ഷീ, അവൾ, സിറ്റിംഗ്, സിറ്റിംഗ്, ഇരിക്കുകയാണ്. ഈസ് എം ആർ, ഈസ് എം ആറിന്റെ കൂടെ വെർബ് ing ഫോം. എങ്ങനെ ഉപയോഗിക്കുക? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈസ് എം ആറിന്റെ കൂടെ ing ഉപയോഗിക്കുക, അല്ലേ? അപ്പൊ എന്തായി? നൗ ഷീ സിറ്റിംഗ്, ഇപ്പോൾ അവൾ ഇരിക്കുകയാണ് എന്നായി. എവിടെ? അണ്ടർ, താഴെ, ഒരു ബിഗ് ട്രീ, വലിയ മരം. അപ്പൊ എന്തായി? അണ്ടർ എ ബിഗ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മരത്തിന്റെ താഴെ അല്ലെങ്കിൽ ചുവട്ടിൽ അവൾ ഇപ്പോൾ ഇരിക്കുകയാണ് എന്നായി. വിത്ത്, വിത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ്? കൂടെ, ഒപ്പം, മായി. മായി? അതെ, മായി. ശരി, മായി. ഈ മായി എന്നുള്ള അർത്ഥം കിടക്കട്ടെ, അതിന് ശേഷം നോക്കാം. ഹെർ, അവളുടെ ഫേവറേറ്റ്, ഇഷ്ടപ്പെട്ട, സ്റ്റോറി ബുക്ക്, കഥാബുക്ക്, കഥാപുസ്തകം. അപ്പൊ എന്തായി? വിത്ത് ഹെർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടപ്പെട്ട കഥാബുക്കുമായി, അവളുടെ ഇഷ്ടപ്പെട്ട കഥാബുക്കുമായി അവൾ ഒരു വലിയ മരത്തിന്റെ താഴെ ഇപ്പോൾ ഇരിക്കുകയാണ് എന്നാണ്, അല്ലേ? നമ്മൾ ആദ്യം ഓരോ വേർഡ് ഇങ്ങനെ അർത്ഥം വെച്ച് പോകുന്നു. ഏകദേശം ഒരു ആശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ രീതിയിൽ എന്ത് ചെയ്യുക? അർത്ഥം വെച്ച് നോക്കുക. അങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ ശരിയാവും, അങ്ങനെ തന്നെ. ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ്. ഇവിടെ നോക്കൂ. ഷീ, അവൾ, ഹാസ് റെഡ്, വായിച്ചിട്ടുണ്ട്. ഹാസ് ഗോൺ, പോയിട്ടുണ്ട്. ഹാസ് കം, വന്നിട്ടുണ്ട് പറയില്ലേ? ഹാസ് ഈറ്റൻ, കഴിച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ ഹാസ് റെഡ് എന്ന് പറഞ്ഞാൽ അവൾ വായിച്ചിട്ടുണ്ട്. എന്ത്? മെനി, ഒരുപാട്. ഇൻട്രസ്റ്റിംഗ്, രസകരമായ. ബുക്സ്, പുസ്തകങ്ങൾ. ദിസ് ഇയർ, ഈ ഇയർ, വർഷം. അപ്പൊ അത് മനസ്സിലായില്ല. അവൾ ഈ വർഷം അവൾ ഒരുപാട് രസകരമായ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നായി, അല്ലേ? ഷീ ഹാസ് റെഡ് മെനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ദിസ് ഇയർ. ഈ വർഷം അവൾ ഒരുപാട് രസകരമായ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നായി. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നോക്കൂ. ഷീ, അവൾ, ഹാസ് ബീൻ കളക്ടിങ്. കളക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഖരിക്കുക, അല്ലേ? അപ്പൊ ഹാസ് ബീൻ്റെ കൂടെ ing. എന്താണ്? ഹാസ് ബീൻ്റെ കൂടെ ing. ഹാസ് ബീൻ ഗോയിങ്, ഹാസ് ബീൻ കമ്മിങ്, ഹാസ് ബീൻ കളക്ടിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി. എടാ, ഞാൻ രാവിലെ മുതൽ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവർ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയല്ലേ? ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാനാണ് ഹാസ് ബീൻ്റെ കൂടെ ing ചേർക്കുക. അപ്പോൾ ഷീ ഹാസ് ബീൻ കളക്ടിങ്, അവൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത്? സ്റ്റോറി ബുക്സ്, കഥാപുസ്തകങ്ങൾ. സിൻസ്, മുതൽ. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം. അപ്പം എന്തായി? സിൻസ് ചൈൽഡ്ഹുഡ്, ചെറുപ്പം മുതൽ. അപ്പൊ നമുക്ക് അതിൻ്റെ അർത്ഥം വന്നു. എന്താണ്? ഷീ ഹാസ് ബീൻ കളക്ടിങ് സ്റ്റോറി ബുക്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അവൾ ചെറുപ്പം മുതൽ കഥാപുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നല്ലേ? അവൾ ചെറുപ്പം മുതൽ കഥാപുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ മാത്രമല്ലേ, ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആണല്ലോ. ഇനി അടുത്താണ് ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച. ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച, പാസ്റ്റ് ആട്ടോ. ഷീ, അവൾ, വിസിറ്റഡ്, സന്ദർശിച്ചു. അല്ല സാറേ, ഒരു സംശയം. അതെ, ഇവിടെ നമുക്ക് ഈ വിസിറ്റഡിന് പകരം ഹാസ് ചേർക്കാൻ പറ്റുമോ? ഹാസ് വിസിറ്റഡ് പറ്റുമോ? ഹാസ് വിസിറ്റഡ് എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഒരിക്കലും പറ്റില്ല. കാരണം ഇവിടെ കണ്ടോ, ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച, പാസ്റ്റാണ്. കഴിഞ്ഞ ഞായറാഴ്ച പാസ്റ്റ് വന്നോടുകൂടി ഹാസിന് ഒരു വാല്യൂ ഇല്ല ഇവിടെ കേട്ടോ. ലാസ്റ്റ് സൺഡേ ഷീ വിസിറ്റഡ്, അങ്ങനെ തന്നെ വരണം. കാരണം ലാസ്റ്റ് സൺഡേ പാസ്റ്റാണ്.
അപ്പൊ ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറാഴ്ച ഷീ വിസിറ്റഡ് അവൾ സന്ദർശിച്ചു എന്ത് ഒരു സ്മോൾ ചെറിയ വില്ലേജ് ലൈബ്രറി, ഒരു ചെറിയ ഗ്രാമത്തിലെ ലൈബ്രറി, പുസ്തകശാല എന്ന് പറയും അല്ലേ. അപ്പോൾ എന്തായി, കഴിഞ്ഞ ഞായറാഴ്ച ലാസ്റ്റ് സൺഡേ ഷീ വിസിറ്റഡ് എ സ്മോൾ വില്ലേജ് ലൈബ്രറി. കഴിഞ്ഞ ഞായറാഴ്ച അവൾ ഒരു ചെറിയ ഗ്രാമത്തിലെ ലൈബ്രറി സന്ദർശിച്ചു എന്നായി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി അടുത്ത് കണ്ടോളൂ, വളരെ പ്രധാനപ്പെട്ടാണ്. വെൻ പോൾ പോളാ, അതെ പോൾ, ശരിത്തരം പോൾ. ആ പോൾ അവിടെ കിടക്കട്ടെ, അതിന് ശേഷമുള്ള ഒന്ന് വായിക്കാം. ഷീ അവൾ എൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കടന്നു എന്നല്ലോ, കടന്നു, പ്രവേശിക്കുക എന്നാണ് നമ്മൾ, പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ പ്രവേശിച്ചു എന്നായി അല്ലേ, എൻറ്റേഡ്. അപ്പം അവൾ പ്രവേശിച്ചപ്പോൾ, പോൾ. വെൻ ഷീ എൻറ്റേഡ്, അവൾ പ്രവേശിച്ചപ്പോൾ അല്ലെങ്കിൽ അവൾ കടന്നപ്പോൾ. ദ ലൈബ്രറിയൻ എന്നുവെച്ചാൽ ആ ലൈബ്രറിയിലെ ആളുണ്ടല്ലോ, ലൈബ്രറിയൻ വാസ് അറേഞ്ചിങ്. ഇവിടെ കണ്ടോ, വാസ് അറേഞ്ചിങ്, വാസിൻ്റെ കൂടെ ING ചെയ്യുകയായിരുന്നു. വാസ് അറേഞ്ചിങ്, അറേഞ്ച് എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക. അപ്പം എന്തായി, വാസ് അറേഞ്ചിങ്, ലൈബ്രറിയന് ക്രമീകരിക്കുകയായിരുന്നു അല്ലേ, ലൈബ്രറിയൻ ക്രമീകരിക്കുകയായിരുന്നു എന്ത്, ദ ബുക്സ്, പുസ്തകങ്ങൾ, നീറ്റ്ലി, വൃത്തിയായി. അപ്പം നമുക്ക് ഇവിടം വരെ ഒന്ന് വെച്ച് നോക്കാമല്ലോ. എന്താണ്, വെൻ ഷീ എൻറ്റേർഡ് ദ ലൈബ്രറിയൻ വാസ് അറേഞ്ചിങ് ദ ബുക്സ് നീറ്റ്ലി. അവൾ കടന്നപ്പോൾ, ഇവിടെ കടന്നു വെച്ച ലൈബ്രറി കേട്ടോ, അവൾ ലൈബ്രറിയിൽ പ്രവേശിച്ചപ്പോൾ ലൈബ്രറിയൻ വൃത്തിയായി പുസ്തകങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു എന്നായി. ആണല്ലോ, അതും ഓക്കെ ആയി. ഇനി അടുത്താണ് ബിഫോർ എന്നാൽ മുമ്പ്. ഓക്കെ, മുമ്പ് അല്ല മുന്നേ. റിയ അറൈവ്ഡ്. അപ്പം എന്തായി, ബിഫോർ റിയ അറൈവ്ഡ്, റിയ എത്തുന്നതിന് മുമ്പ് എന്ന് അല്ലേ. റിയ ഇവിടെ അറൈവ് എന്നാൽ എത്തുക എന്നാണ്, അറൈവ്ഡ് എത്തി. അപ്പം എന്തായി, ബിഫോർ റിയ അറൈവ്ഡ്, റിയ എത്തുന്നതിന് മുമ്പ് ഹീ അവൻ, ആരാ, ലൈബ്രറിയൻ, അവൻ ഹാഡ് ചോസൺ എന്നാൽ തിരഞ്ഞെടുക്കുക എന്നാണ്, തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തായി, ഹാഡ് ചോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്നായി, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരുന്നു എന്നായി. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുപോലെ നമ്മൾ ഈ ബിഫോറിൻ്റെ കൂടെ ഹാഡ് വരികയാണെങ്കിൽ, ഹാഡ് പ്ലസ് വെർബ് എന്നാണ്, ബിഫോറിൻ്റെ കൂടെ ഹാഡ് പ്ലസ് വെർബ് വരികയാണെങ്കിൽ അവിടെ ബിഫോറിൻ്റെ അർത്ഥമാണ് എന്താ പറയുക, മുമ്പ് തന്നെ എന്നുള്ളതാണ്. മുമ്പ് തന്നെ, ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ, ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിന് പോയിരുന്നു പറയില്ല, ആ ഒരു പ്രയോഗമാണ്. എന്താ പറഞ്ഞ്, ബിഫോറിൻ്റെ കൂടെ ഹാഡ് പ്ലസ് വെർബ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, എന്ത്, ആ മുമ്പ് തന്നെ. അപ്പം എന്തായി, ബിഫോർ റിയ അറൈവ്ഡ് ഹീ ഹാഡ് ചോസൺ എ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ബുക്ക്, പുസ്തകം, ഫോർ ഹെർ, അവൾക്ക് വേണ്ടി. അപ്പം എന്താ, അവൾക്ക് വേണ്ടി ഒരു പ്രത്യേക പുസ്തകം തിരഞ്ഞെടുത്തിരുന്നു എന്നല്ലേ. ഇനി ഇവിടം വരെ വെച്ച് നോക്കാം. ബിഫോർ റിയ അറൈവ്ഡ് ഹി ഹാഡ് ചോസൺ എ സ്പെഷ്യൽ ബുക്ക് ഫോർ ഹെർ. റിയ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ റിയക്ക് വേണ്ടി ഒരു പ്രത്യേക ബുക്ക് തിരഞ്ഞെടുത്തിരുന്നു എന്നാണ് അർത്ഥം. ഇനി അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോളൂ, ഹീ അവൻ ഹാഡ് ബീൻ സെർച്ചിങ്. ഹാഡ് ബീൻ്റെ കൂടെ എന്താണ്, ഹാഡ് ബീൻ്റെ കൂടെ ING ഫോം, ഹാഡ് ബീൻ സെർച്ചിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മകൻ, നിങ്ങളുടെ മകൻ ഓക്കെ, നിങ്ങളുടെ മകൻ ക്രിക്കറ്റ് കളിച്ചിട്ട് വീട്ടിലെത്തി. അപ്പോൾ കംപ്ലൈൻറ്റ് പറയാണ്, ഇവന് 3 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്ത്. അവിടെ ഫാദറിനോട് കംപ്ലൈൻറ്റ് പറയാണ്, 3 മണിക്കൂറായിട്ട് അവൻ പുറത്ത് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, എനിക്കറിയാം അതല്ല, അതാണത്. അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായി, ഹീ ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ, അയാൾ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ത്, ദാറ്റ് ബുക്ക്, ആ ബുക്ക് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സിൻസ് മോർണിംഗ്, സിൻസ് മുതൽ, മോർണിംഗ് രാവിലെ, സിൻസ് മോർണിംഗ് രാവിലെ മുതൽ. അപ്പോൾ ഏകദേശം ഇനി മുതൽ രാവിലെ മുതൽ അയാൾ ആ ബുക്ക് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നായി. ഇവിടെ കണ്ടോളൂ, ടുമോറോ, നാളെ. റിയ വിൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ വരും എന്നാണ്, ചെയ്യും എന്ന് പറഞ്ഞാൽ വിൽ റിട്ടേൺ, വരും, തിരിച്ചു വരും,
റിട്ടേൺ തിരിച്ചു വരിക. അപ്പോൾ റിയ വിൽ റിട്ടേൺ, റിയ തിരിച്ചു വരും. അപ്പോൾ നാളെ എവിടേക്ക് പറയുക? ടു ദ ലൈബ്രറി, ലൈബ്രറിയിലേക്ക്. അപ്പോൾ ടുമോറോ റിയ വിൽ റിട്ടേൺ ടു ദ ലൈബ്രറി, നാളെ റിയ ലൈബ്രറിയിലേക്ക് തിരിച്ചു വരുന്നതായി. ഇനി അടുത്താണ് അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, നാളെ തിരിച്ചു വരുമല്ലോ, ആ സമയത്ത് എന്താണ്? ഷീ വിൽ ബി റീഡിങ്. വിൽ ബിൻ്റെ കൂടെ ING, വിൽ ബി റീഡിങ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ രാത്രി 10 മണിക്ക് ഞാൻ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അടുത്ത മാസം ഞായറാഴ്ച അവന് പ്ലെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെ പറയാം നമ്മൾ. അതാ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം എന്താ? അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഷീ വിൽ ബി റീഡിങ്, അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത്? അനദർ, മറ്റൊരു എക്സൈറ്റിംഗ് സ്റ്റോറി. എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആവേശകരമായ. അപ്പം ഒരു ആവേശകരമായ കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. അറ്റ് ദാറ്റ് ടൈം ഷീ വിൽ ബി റീഡിങ് അനദർ എക്സൈറ്റിംഗ് സ്റ്റോറി. ആ സമയത്ത് അവൾ ഒരു ആവേശകരമായ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം. ഇനി അടുത്താണ് ബൈ ഈവനിങ്. ഇവിടെ കണ്ടോളൂ, ഇവിടെ കണ്ടോ? ബൈ ഈവനിങ്, വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നർത്ഥം. ബൈ ഈവനിങ്, വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും. ഷീ, അവൾ, വിൽ ഹാവ് ഫിനിഷ്ഡ്. ഇവിടെ വിൽ ഹാവിൻ്റെ കൂടെ ഇവിടെ ഉണ്ടോ? ഫിനിഷ്ഡ്, തേർഡ് ഫോം. വിൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ്. ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഒരു സമയത്തിന്, ഒരു പ്രത്യേക സമയത്തിന് മുന്നേ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായി? ബൈ ഈവനിങ്, വൈകുന്നേരം ആകുമ്പോഴേക്കും ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ്, അവൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. അവൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. എന്ത്? ദ ബുക്ക്, ആ ബുക്ക്. അപ്പോൾ എന്തായി? ബൈ ഈവനിങ് ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ബുക്ക് എന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ ആ പുസ്തകം പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നർത്ഥം. ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ, ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ എന്ന് വെച്ചാൽ വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ വർഷാവസാനം ആകുമ്പോഴേക്കും എന്നർത്ഥം. ഇതൊരു ഫ്രേസ് ആട്ടോ, ഒരു പ്രയോഗമാണ്. ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ, വർഷാവസാനം ആകുമ്പോഴേക്കും. ഷീ, അവൾ, വിൽ ഹാവ് ബീൻ റീഡിങ്, വിൽ ഹാവ് ബീൻ റീഡിങ് എന്ന് വെച്ചാൽ വിൽ ഹാവ് ബീൻ്റെ കൂടെ ING. എന്താണ്? വിൽ ഹാവ് ബീൻ്റെ കൂടെ ING, ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം എന്തായി? ഈ വർഷാവസാനം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ വർഷാവസാനം ആകുമ്പോഴേക്കും അവൾ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. വണ്ടർഫുൾ, മനോഹരമായ ബുക്സ്, പുസ്തകങ്ങൾ. ഫോർ 10 years, 10 വർഷമായിട്ട്. എന്താർത്ഥം? പറയുള്ളൂ. ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ ഷീ വിൽ ഹാവ് ബീൻ റീഡിങ് വണ്ടർഫുൾ ബുക്സ് ഫോർ 10 years. ഈ വർഷാവസാനം കഴിയുമ്പോഴേക്കും അവൾ 10 വർഷമായിട്ട് മനോഹരമായ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് സംസാരത്തിൽ വല്ലാതെ ഉപയോഗിക്കാത്തൊരു ടെൻസാണ്. ഇതിൻ്റെ പ്രയോഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യണം, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ കമ്പനിയിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ് കറക്റ്റ് 9 വർഷം കഴിഞ്ഞു. അടുത്ത മാർച്ചിൽ ഞാൻ 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയല്ലേ. അടുത്ത മാർച്ചിൽ 10 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വെച്ചാൽ അടുത്ത മാർച്ച് എൻ്റെ എക്സ്പീരിയൻസ് 10 വർഷമാവും. അങ്ങനെയുള്ള സെൻറ്റൻസിൽ പറയാൻ വേണ്ടിയാണ് നമ്മൾ വിൽ ഹാവ് ബീൻ്റെ കൂടെ ING, വിൽ ഹാവ് ബീൻ വർക്കിംഗ്, വിൽ ഹാവ് ബീൻ റീഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ആ 12 ടെൻസുകൾ എന്തായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ നിങ്ങളൊരു 5-6 തവണ കാണുകയാണെങ്കിൽ പക്ക തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ ടെൻസിൻ്റെ ആ മീനിങ്ങളൊക്കെ ശരിക്കും വരും. ഓക്കെ, ഒരു കാര്യം പറയാണ്ട്, ഇന്ന് നമ്മൾ ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 12 ടെൻസുകളും വളരെ മനോഹരമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ. പേജ് നമ്പർ 53. ഓക്കെ, പേജ് നമ്പർ 53 മുതൽ 65 അല്ലെങ്കിൽ 66 വരെ എന്താണ് ടെൻസുകളാണ് എന്ന് പറയാം. പേജ് നമ്പർ 53, 53 മുതൽ 66 വരെ കംപ്ലീറ്റ് എന്താണ് നമ്മുടെ ടെൻസുകളുടെ എക്സ്പ്ലനേഷനാണ്. അത് നിങ്ങൾ ശരിക്കും ഫ്രീ ആയിട്ട് വായിക്കണം. ആ ടെൻസുകളുടെ കംപ്ലീറ്റ് സംശയം തീരും നിങ്ങൾ വളരെ മനോഹരമായിട്ട്. അതും ടേബിളാക്കിയിട്ടാണ്, ടേബിളാക്കിയിട്ട് ഇങ്ങനെ
എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ടെൻസുകൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്താൽ മതി. മാച്ച് ചെയ്താൽ തന്നെ എന്തായി, മാച്ച് ചെയ്താൽ തന്നെ സെൻറ്റൻസായി മാറും. ടെൻസുകൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, സ്ക്രീൻഷോട്ട്.